നമസ്കാരം. വൈറ്റ്സൺ ടി വി തത്സമയത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. മോദി നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്നാൽ മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ പഴയ മോഡിയിലല്ല വരുന്നെന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് യു പിയിലുണ്ടായ വലിയ തിരിച്ചടിയാണ്. യു പിയിലുള്ള തിരിച്ചടിക്ക് പല കാരണങ്ങൾ നിരത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണമായി ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത് RSSുമായി ഉണ്ടായ ചില അസ്വാരസ്യങ്ങളും അടിയൊഴുക്കുകളുമാണെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ. എങ്ങനെയാണ് സിബി അതിനെ കാണുന്നത്? സാറേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം. ഇന്നലെ RSSൻ്റെ ഒരു പ്രമുഖ നേതാവുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അതായത് ലുലു മാള്, നമുക്കറിയാം ലക്നൌവിൽ വലിയ ഒരു വികസനം എന്നുള്ള രീതിയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഉയർത്തി കാണിച്ച ഒരു മാളാണ് ലുലു മാൾ എന്ന് പറയുന്നത്. അത് മലയാളിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ ആണത്. യഥാർത്ഥത്തിൽ മാൾ സംസ്കാരം അറിയാതിരുന്ന ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ഇങ്ങനെ ഒരു മാൾ എത്തുകയും അത് ആദ്യം അവർക്ക് യോഗി ആദിത്യനാഥ് വിചാരിച്ചത് വലിയൊരു വികസനമായിട്ട് യു പിയിൽ മൊത്തം എടുത്തു കാണിക്കാൻ വേണ്ടി സാധിക്കും, അതിലൂടെ ഒരുപാട് വോട്ട് ബാങ്ക് യു പി വികസനത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് വോട്ട് ലഭിക്കുമെന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ RSS തന്നെ ഈ മാളിനെതിരെ സമരവുമായി രംഗത്ത് വന്നിരുന്നു. അത് നമ്മൾ ദേശീയ പത്രമാധ്യമങ്ങളൊന്നും വളരെ പ്രാധാന്യത്തോടു കൂടി അത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും ആ സമയത്ത് അത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ ഈ RSS നേതാക്കന്മാരെ സമരത്തിനിറങ്ങുന്ന സമയത്ത് അവരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വരെ യോഗി ആദിത്യനാഥ് പോയിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിനോട് ഒരു ഭയങ്കര നീരസം നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായെയും RSS നേതൃത്വം അറിയിച്ചിരുന്നതാണ്. പക്ഷെ അതിന് വേണ്ട ഒരു പരിഗണന ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള, കാരണം ഈ മാള് വന്നതോടുകൂടി അവിടെയുള്ള ചെറുകിട കച്ചവടക്കാർ, അത് നമുക്കറിയാം കേരളത്തിൽ തന്നെ പണ്ട് മോർ റിലയൻസ് മാളുകൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ നമ്മുടെ വ്യാപാരി വ്യവസായികളൊക്കെ വലിയ സമര പരിപാടികളൊക്കെ ചെറുകിട കച്ചവടക്കാർ. അപ്പോൾ ആ ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർ അതിനെതിരെ അവിടെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതൊരു ധിക്കാരം എന്നൊക്കെ പറയാം. നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഒരു വികസനമാണ്. സ്വാഭാവികമായിരിക്കും അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനാണ്. അതിപ്പോൾ യോഗി ആദിത്യനാഥിന്റെ സർക്കാരിനായാലും ശരി, ഇനി അഖിലേഷ് യാദവ് ആയാലും അങ്ങനെ ആരവിടെ അധികാരത്തിൽ വന്നാലും അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ. വികസന പ്രവർത്തനങ്ങൾ വേണം, പക്ഷെ ഒരു എന്താ പറയുക, ഒരു കൂടിയാലോചനകളിലൂടെ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ തൊഴിൽ നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ അവരുടെ ജീവനോപാധിയാണ് ആ ചെറുകിട കച്ചവടം എന്ന് പറയുന്നത്. ആ ചെറുകിട കച്ചവടങ്ങളെല്ലാം ഇല്ലാതായി പോകുന്ന സാഹചര്യത്തിൽ അവരതിനെ പേടിയോടെയാണ് കണ്ടിട്ടുള്ളത്. അവരതിനെതിരെ സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അല്ല, സിബി പറഞ്ഞ് ഞാൻ യോജിക്കുന്നു. പക്ഷെ എൻ്റെ വേറൊരു വിയോജിപ്പ് കൂടി ഞാൻ ഇതിൽ വ്യക്തമാക്കാം. ഒരു ഭാഗത്ത് മാള് പറയട്ടെ, നമ്മൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണേണ്ടത് അയോധ്യയിൽ രാമക്ഷേത്രം പണിയും എന്നുള്ളതായിരുന്നല്ലോ RSSന്റെയും BJPന്റെയും ഈ സംഘപരിവാർ ശക്തിയുടെയൊക്കെ ദീർഘകാലമായിട്ടുള്ള ഈ ഇലക്ഷൻ പ്രോപ്പഗണ്ട. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ RSSന്റെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സംഘപരിവാർ ശക്തിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം, രാജ്യത്തിന് മുന്നിൽ തന്നെ അവർ നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിട്ട് പോലും അയോധ്യയിൽ പോലും BJPക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. എന്താണ് സംഭവം? നമ്മുടെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ RSS നേതൃത്വം മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തെ അംഗീകരിക്കാതെ അതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം, അത് വളരെ ഗൗരവത്തോടെ RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് വളരെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി, ഒരു സംഘടനയാണ്. ഏതാണ്ട് ഇന്ത്യയിൽ ഒരു 100 വർഷക്കാലമായിട്ട് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ സൈലന്റായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ RSS എന്ന് പറയുന്നത്. BJP സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്. അതിപ്പോ ഈ മോദിയെ മോൾഡ് ചെയ്ത ആരാണ്? RSS ആണ്. ഈ പറയുന്ന പലരെയും മോൾഡ് ചെയ്ത RSS ആണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ RSS മോൾഡ് ചെയ്തവരുടെ എണ്ണം BJPയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റ് പല പാർട്ടികളിൽ നിന്നും വന്നു ചേർന്ന ആളുകളുടെ കയ്യിലേക്ക് ഈ BJPയുടെ ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. BJP വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് BJPയിലേക്ക് വന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ മൂന്നാം
തവണയും ഇപ്പോൾ ഹാട്രിക് എന്നൊക്കെ പറഞ്ഞ് ലോകത്തിലാകമാനം മോദി വലിയ ഉന്നയിക്കുമ്പോഴും വലിയ വിജയം ഉന്നയിക്കുമ്പോഴും യഥാർത്ഥത്തിൽ BJP വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം RSSന്റെ അജണ്ടകൾ വെച്ച് ഇനി ഭരിക്കാൻ പറ്റില്ല. കാരണം നിതീഷ് കുമാറിന്റെയും അതുപോലെ തന്നെ ഈ TDPയുടെയൊക്കെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് മോദി അധപ്പതിച്ചിരിക്കുന്നു എന്ന് മോദി ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്. BJP നേതൃത്വം അധപ്പതിച്ചിരിക്കുന്നല്ല പറയുന്നത്, മോദി അധപ്പതിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മോദി ഉയർത്തിയ എല്ലാ ആശയങ്ങളും RSS ആശയങ്ങളിൽ നിന്നും തുടങ്ങി പിന്നീട് വെറും മോദി ആശയങ്ങളിലേക്ക് മാറുകയും മോദി മാത്രം മോദിയിലേക്ക് കേന്ദ്രീകരിച്ചു മോദി എന്നുള്ള ഒറ്റ വ്യക്തിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇത് തന്നെയല്ലേ RSSന് യഥാർത്ഥത്തിൽ അതൃപ്തിക്ക് കാരണം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള നമ്മൾ പരിശോധിക്കും. തീർച്ചയായിട്ടും. അത് കൂടാതെ തന്നെ ഇപ്പോഴും NDA ഇന്നലെ യോഗം ചേർന്ന് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുത്തു, നേതാവായിട്ട് തെരഞ്ഞെടുത്തു. ഓക്കെ, നേതാവായിട്ട് തെരഞ്ഞെടുത്തുവെങ്കിലും അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് രാവിലെ വരെ വരുന്ന വാർത്ത എന്ന് പറയുന്നത്, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത എന്ന് പറയുന്നത് എന്തായാലും 8-ാം തീയതി NDAയുടെ തലവനായിക്കൊണ്ട് അല്ലെങ്കിൽ NDAയുടെ നേതാവായിക്കൊണ്ട് നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തും എന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അത് പറയുമ്പോഴും ഒരു കൃത്യമായ ഒരു ഭൂരിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റാത്ത BJP എന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ട് മോദി വരുമ്പോൾ മോദി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടു നടന്നിരുന്ന ഒരു ശൈലിയുണ്ട്, മഹാരാജാവിനെ പോലെ കൊണ്ടു നടന്ന ഒരു ശൈലിയുണ്ട്. ഈ ശൈലിയിൽ ഇനി എത്ര കാലം തുടരാൻ പറ്റും അല്ലെങ്കിൽ അത് പിന്തുടരാൻ പറ്റുമോ എന്നുള്ളതുണ്ട്. കാരണം എന്താ പറയുക, മോദി കേരളത്തിലടക്കം വന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പോയി അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു സംഭവമുണ്ട്, മോദി ഗ്യാരണ്ടി. ഈ മോദി ഗ്യാരണ്ടി നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു വിഷയം. അതായത് ഇന്ത്യ ഗവൺമെന്റ് എന്നതിന് പകരം മോദി ഗവൺമെന്റ്. നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇത് മോദി സർക്കാർ എന്ന് പറഞ്ഞു. പിന്നീട് നമുക്കറിയാം ഇലക്ഷന്റെ ഒരു 3-4 ഘട്ടമൊക്കെ ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് BJP ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഘട്ടത്തിൽ എന്താണ് പറഞ്ഞത്, NDA ഗവൺമെന്റ്. അയാൾ ഒരിക്കൽ പോലും മോദിന്റെ ഈ 10 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും മോദി ഇത് ഒരിക്കലും NDA സർക്കാരാണെന്ന് ഇതൊരു കൊലീഷൻ മിനിസ്ട്രി ആണെന്ന് പറയാൻ ഒരിക്കൽ പോലും മോദി തയ്യാറായിരുന്നില്ല. അത്തരം ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം വരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു യോജിച്ച ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കുന്ന സമയത്ത് മറ്റ് ഘടകകക്ഷികളുമായിട്ട് കൂടിയാലോചനകളോ ഒന്നും നടത്തിയിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നുന്നൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ ഏതൊക്കെയാലും എനിക്ക് തോന്നുന്നില്ല. കാരണം മോഡിക്ക് ഒരു അജയ്യനായ ഒരു രാജാവിനെ പോലെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് അടിച്ചേൽപ്പിക്കുകയാണ് BJP സ്വന്തമായി. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലത്തെ NDA യോഗത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിനീതനായിട്ട് റൈറ്റ് സൈഡ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ചന്ദ്രബാബു നായിഡും അതിന് തൊട്ടപ്പുറത്ത് നിതീഷ് കുമാറുമാണ്. അവരുടെ മുഖത്തുള്ള ആ ഒരു അഭിമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് അവരുടെയൊക്കെ മുമ്പിൽ വളരെ വിനീതനായിട്ടിരിക്കുന്ന നരേന്ദ്രമോദി എത്ര നാൾ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഈ നായിഡുവിന്റെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം, നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. ഇവർ രണ്ടുപേരും എന്തെല്ലാം നിലപാടുകൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ അവരുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അവരെന്തെല്ലാം ഏതൊക്കെ നിലയിലൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് അവർ പെട്ടെന്ന് തന്നെ നയം മാറ്റുകയും ചെയ്യുന്ന രണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കച്ചവടം മാത്രം. അതെ, രാഷ്ട്രീയത്തെ കച്ചവടമായിട്ട് കാണുന്ന 2 നേതാക്കന്മാരാണ് അവർ. അതെ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കച്ചവടമായി കാണുമെന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ അഴിമതി തന്നെയാണ്. മോദി എന്താണ് ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ചത്, കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അധികാരത്തിൽ വന്നതെന്നും ഇനി ഒരിക്കൽ പോലും ഒരു പ്രതിപക്ഷ കക്ഷിക്കും ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ഏറ്റവും വലിയ ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെ ശക്തിയായി? അത് പൊളിഞ്ഞു. 400 സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ പാർട്ടി ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏറ്റവും അതായത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മോദി എന്നുള്ളത്. ഇപ്പൊ മോദി 3ാമത് അധികാരത്തിൽ വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലൂടെയാണ് BJP കടന്നു പോകുന്നതിലൂടെ ആലോചിക്കണം. സാറേ, ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. കാരണം ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിന്റെ ഒക്കെ പിന്തുണയോടുകൂടി ഈ 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരുന്നതെങ്കിൽ ഈ 2029 അവസ്ഥ എങ്ങനെയായിരിക്കും? ഒരു പ്രഡിക്ഷൻ ആയിട്ട് ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പം ഈ
UPA സർക്കാർ അധികാരത്തിൽ വരുന്നു, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന് ആദ്യഘട്ടത്തിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പോവുകയും പക്ഷെ 10 വർഷം കഴിയുമ്പോഴേക്ക് ഈ മുന്നണി ആർക്കും വേണ്ടാത്ത രീതിയിലേക്ക് പോയതിന്റെ കാരണം എന്താണ്? അഴിമതി എന്ന് പറഞ്ഞാൽ ആരാ നടത്തിയത്? DMK ആണ്. DMK നടത്തിയിട്ട് അവൻ മറ്റ് ഘടകകക്ഷികൾ നടത്തിയ അഴിമതിയുടെ ഫലമായിട്ടാണ് നിരവധിയായ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നതും. അല്ലാതെ മൻമോഹൻ സിംഗിന്റെ നയപരമായ കുഴപ്പം കൊണ്ടാണ്. മൻമോഹൻ സിംഗിന് ഒരു ആരോപണം പോലും ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ എക്കണോമി ഇന്ന് മറ്റ് ലോകരാജ്യങ്ങൾ മൊത്തം കോവിഡ് കാലത്ത് തകർന്നപ്പോഴും ഇന്ത്യൻ എക്കണോമി പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നോട്ട് നിരോധനത്തിന്റെ കാര്യം നമുക്ക് എടുക്കാം. നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നോട്ട് നിരോധനം നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യൻ എക്കണോമി പൂർണ്ണമായും തകർന്നുകൊണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തകരാതെ വീണ്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇപ്പൊ നമുക്കറിയാം. ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടപ്പിലാക്കിയ ബാങ്ക് ദേശസാൽക്കരണമാണ് ഇന്ത്യൻ എക്കണോമിയെ ലോകത്തിൽ മൊത്തം റെസഷൻ വന്നപ്പോഴും പിടിച്ചു നിർത്തിയത്. അതുപോലെ തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതെന്നാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരത്തിൽ കൃത്യമായൊരു ഒരു വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ എക്കണോമിക്ക്. ലോകത്തിൽ ആകമാനം ഇന്ത്യൻ എക്കണോമിക്ക് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ എക്കണോമി ഇന്ന് പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ശരി തന്നെയാണ്. നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ ഇന്ന് കറണ്ട് പൊളിറ്റിക്സിലേക്ക് തന്നെ വരാം. കാരണം ഈ BJP ഇത്രയും ശക്തമായ ഒരു പരാജയം ഇപ്പോൾ നേരിട്ടിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാവുമോ? തീർച്ചയായും അങ്ങനെ തയ്യാറായിട്ടില്ല എങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തായിരിക്കും? നമ്മളിപ്പോ കാണേണ്ട ഒരു സംഭവം. അതായത് UPA സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അധികാരത്തിൽ വരാമായിരുന്നു. ഒരു രണ്ടാമനൊക്കെ ആയി അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് 2 തവണ ഉണ്ടായിരുന്നു. പക്ഷെ 2 തവണയും രാഹുൽ ഗാന്ധി അധികാരത്തിൽ മാറിയിരുന്നു. അത് തെറ്റാണെന്ന് തന്നെയാണ്. കാരണം മന്ത്രിയാവാൻ വേണ്ടി പ്രണബ് കുമാർ മുഖർജി അന്ന് വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കൾ മുഖ്യമന്ത്രി അല്ല ഈ മന്ത്രിപദത്തിലേക്ക് വരണം, ഈ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരണം എന്ന്. പക്ഷെ അദ്ദേഹം വരാൻ തയ്യാറായില്ല. നമ്മൾ നോക്കൂ, ഈ ഇടക്കാലത്ത് സോണിയാഗാന്ധി അധികാരം ഒഴിയുകയും AICCന്റെ പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരികയും ചെയ്തെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഉണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സ്ഥാനം ഒഴിയുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹം ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവാതെ വരും. പക്ഷേ അങ്ങനെ ഉള്ള രാഹുൽ ഗാന്ധിയെ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. ഭാരത് ജോഡോ യാത്ര എന്നുള്ളത് വലിയ രീതിയിൽ പ്രതിപക്ഷങ്ങൾ ഏകീകരണം പ്രതിപക്ഷ നിരയിൽ ഒരു വലിയ ഏകീകരണം നടത്തല് മാത്രമല്ല, ഇന്ത്യയെ യഥാർത്ഥത്തിൽ നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം ഒരുങ്ങി എന്നുള്ളത് തന്നെ നമ്മളതിൽ കാണണം. നമ്മൾ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് മുന്നേ ഉള്ള രാഹുൽ ഗാന്ധിയും രണ്ട് ഭാരത് ജോഡോ യാത്രകൾക്ക് ശേഷമുള്ള രാഹുൽ ഗാന്ധിയും നമ്മൾ രണ്ടായി തന്നെ കാണണം എന്നുള്ളതാണ്. കുറച്ചും കൂടി പക്വമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൃത്യമായി ഒരു നയത്തിലൂടെ മുന്നേറാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ദേശീയ രാഷ്ട്രീയ നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളിലേക്കും രാഹുൽ ഗാന്ധി എത്തിയിരിക്കും നമ്മൾ കാണാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിനിടയ്ക്ക് പറയാതെ വയ്യ, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ലോക്സഭ ലീഡറായിട്ടുണ്ടായിരുന്ന അധിരഞ്ജൻ ചൗധരി തോറ്റുപോയോ? അല്ല, ചൗധരി തോറ്റുപോയതിന് വേറെ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങൾ വേറെയാണ്. പക്ഷെ അതുകൊണ്ട് വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസും മമതാ ബാനർജിയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ ദൃഢമാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറഞ്ഞത്. അതെ, അത് അദ്ദേഹം തോറ്റു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ശരിക്കും ദൃഢമാവാനുള്ള സാധ്യത. അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ അവിടെ വീണ്ടും ചൗധരിയാണല്ലോ യഥാർത്ഥത്തിൽ മമതയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയത്. അപ്പം അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ നമുക്ക് അറിയാം പ്രതിപക്ഷ നേതൃത്വം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് കോൺഗ്രസിന് വളരെ ശുഷ്കമായ സീറ്റുകളിലേക്ക് മാത്രമേ, കേരളത്തിൽ നിന്ന് ഒഴികെ ബാക്കി മറ്റു സ്ഥലങ്ങളിൽ നിന്നും എവിടുന്നും കോൺഗ്രസിന് വലിയ സീറ്റുകൾ കിട്ടിയിരുന്നുണ്ടായിരുന്നില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ മൊത്തം ശുഷ്കമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പ്രതിപക്ഷ നേതൃത്വം പോലും ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിക്ക് ഏകാധിപതിയായി ജീവിക്കാൻ പറ്റിയെന്നുള്ളത് നമ്മൾ കാണാതെ വയ്യ. അപ്പം രാജ്യസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ലോക്സഭയിൽ എന്തായിരുന്ന അവസ്ഥ? ഇത്തരത്തിലുള്ള ഏത് ഭരണാധികാരിയെയും തിരുത്തപ്പെടുക എന്നൊരു വ്യവസ്ഥ ഉണ്ട്. പലപ്പോഴും മോദിയെ തിരുത്താൻ പറ്റുന്ന ഒരു ശക്തി പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് മോദി പർവ്വതം പോലെ വളരുന്നു എന്ന് സ്വയം
വിലയിരുത്തുകയും ഈ ആളുകൾ, കാരണം നമ്മൾ പലപ്പോഴും കരുതും നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് ഏറ്റവും കൂടുതൽ 400 സീറ്റ് ലഭിക്കും എന്ന് BJP-യുടെ പ്രഖ്യാപനം വന്നതുകൊണ്ടാണ് ഈ തൃശ്ശൂരിൽ പോലും ഇത്രയും ഭീകരമായ ഒരു ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപിക്കൊക്കെ വിജയിക്കാൻ സാധിച്ചത്. ഈ ഒരു 200-ന് മേളിൽ സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി വരും എന്നുള്ളൊരു ധാരണ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ പോലും BJP സ്ഥാനാർത്ഥി വിജയിക്കില്ല. അല്ല, നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്റ്റേറ്റ് പൊളിറ്റിക്സ് പറയേണ്ടതുണ്ട്. കാരണം അല്ല എങ്കിൽ പോലും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു പോകാം. നമുക്കൊരു കാര്യം അറിയാം വളരെ കൃത്യമായിട്ട്. ഇവിടെ മത്സരം നടക്കുന്നത് ഇന്ത്യ മുന്നണി എന്ന രീതിയിലായിരുന്നില്ലല്ലോ. നമുക്കറിയാം CPM ഉം CPI പോലുള്ള ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള രണ്ട് കക്ഷികൾ എന്താ സംഭവിച്ചത്? കോൺഗ്രസിന്റെ ശക്തിയുക്തി എതിർക്കുന്ന കാഴ്ച നമ്മൾ പൊളിറ്റ് ബ്യൂറോ മെമ്പറായ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ ലഭിക്കാവുന്ന എല്ലാ അവസരങ്ങളും മോശമായ ഭാഷയിൽ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ കോൺഗ്രസും CPM ഉം തമ്മിൽ നടത്തിയ ഏറ്റവും വലിയ ഈ പോരാട്ടത്തിന്റെ ഇടയിലാണ് തൃശ്ശൂരിൽ ഈ സീറ്റ് വർദ്ധിച്ചത് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഇടക്കാലത്ത് ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് CPM നേതാക്കന്മാർ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഒരു താമര വിരിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണമായിട്ട് നമുക്കിത് കാണാം. അപ്പൊ നമുക്ക് വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ് രണ്ടാമൻ എന്നുള്ളതിൽ ചർച്ചയുണ്ട്. അതുപോലെ തന്നെ മോദി 75 വയസ്സ് അതായത് ഒരു വർഷം കൂടി കഴിയുമ്പോൾ മോദി 75-ാം വയസ്സിലേക്ക് പ്രവേശിക്കും. കേജ്രിവാൾ എടുത്ത് വലിയൊരു കൊടുങ്കാറ്റുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു ഇതുണ്ടാക്കി RSS തന്നെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. മോദിക്ക് യഥാർത്ഥത്തിൽ കൃത്യമായി 11ാമത്തെ വർഷത്തിൽ റിട്ടയർമെന്റ് നൽകി മറ്റൊരു നേതാവിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് RSSന്റെ ലക്ഷ്യം. ഇപ്പൊ നിതിൻ ഗഡ്കരിയെ നമുക്ക് അറിയാം. അപ്പം ഏറ്റവും കൂടുതൽ RSS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദേശീയ നേതാവ് ആരാണെന്ന് അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റെടുത്ത കാര്യങ്ങൾ ബഹളമില്ലാതെ തീർക്കുന്നു എന്നുള്ളതാണ്. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന വികസനം എന്ന് പറഞ്ഞാൽ മോദി 83 രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലാന്ന് ആലോചിച്ച് നോക്കണം. എന്താണ് വികസനം? സമയബന്ധിതമായി തീർക്കുക എന്നുള്ളതാണ്. മാത്രമല്ല കുറ്റമറ്റ രീതിയിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും തീർക്കുക എന്നുള്ള ഒരു രീതി പോകുന്നുണ്ട്. അദ്ദേഹം BJP-യുടെ നേരത്തെ മോദിയൊക്കെ പിന്നെ ഗുജറാത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാലത്ത് ദേശീയ പ്രസിഡന്റായ ആളാണ് ഈ പറയുന്ന നിതിൻ ഗഡ്കരി. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ എതിരാളികളുടെ പോലും സ്വീകാര്യത പിടിച്ചു പറ്റാൻ വേണ്ടി നടത്തുന്ന ഒരിക്കലും വിവാദ പ്രസ്താവനകൾ നടത്തുന്ന ഒരു നേതാവാണ്. ഇപ്പം നമുക്കറിയാം ഈ ഇദ്ദേഹം BJP-യുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് വലിയ വിവാദങ്ങളിലൊന്നും പെടാതെ BJP-യെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റമായിരിക്കാം BJP-യെ പിന്നീട് വളരാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയതുകൊണ്ട്. പക്ഷേ RSSന് ഇത്രയും പ്രിയങ്കരനായിട്ടുള്ള നിതിൻ ഗഡ്കരി ഒരു പക്ഷേ 75 തികയുന്ന മോദിക്ക് പകരക്കാരനായി എത്തില്ല എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതൊക്കെ പറയുമ്പോഴും മോദി ഇപ്പോഴും ശക്തനാണെന്നുള്ള ആലോചിക്കണം. ഇപ്പൊ RSS എത്ര തരത്തിലും ഇപ്പൊ ഇടപെട്ടാൽ പോലും മോദിയുടെ ഇപ്പോഴത്തെ വ്യക്തിപ്രഭാവം അങ്ങനെ തകർക്കാൻ പറ്റില്ല. മോദിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ദേശീയപ്രഭാവം മോദിയുടെ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട. അല്ല, പക്ഷേ എങ്കിൽ പോലും പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വർഷം കൂടി കഴിയുമ്പോൾ സമയത്ത് RSSന് തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ പറ്റും. മോദി 75-കാരനായിരിക്കുന്നു, മോദിയെ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് BJP നേതൃത്വത്തിന് അംഗീകരിക്കേണ്ടി വരും. തീർച്ചയായും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അദ്വാനിയെ മാറ്റി നിർത്തിയാണ് BJP-ക്ക് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ BJP ഇന്ന് ഒരു ദേശീയ നിലയിൽ ഇത്രയും അവസ്ഥയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും വിധിനിർണായകമായ പങ്കുവഹിച്ച ഒരു നേതാവായിരുന്നു LK അഡ്വാനി. പക്ഷേ LK അഡ്വാനിക്ക് വിതക്കാനേ കഴിഞ്ഞുള്ളൂ, കൊയ്യാൻ കഴിഞ്ഞില്ല. അദ്വാനിയുടെ രഥയാത്രയാണ്. അതെ, തീർച്ചയായും അതാ ഞാൻ പറഞ്ഞത് നേരത്തെ. ദേശീയ തലത്തിൽ BJP-ക്ക് ഒരു അഡ്രസ് ഉണ്ടായി കൊടുത്തത്. LK അദ്വാനിയുടെ രഥയാത്ര തടയാനായിട്ട് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് മാത്രമേ ധൈര്യം കാണിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു വലിയ വസ്തുത. അതൊക്കെ സംഭവമാണ്. അപ്പൊ ലാലു പ്രസാദിന്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുന്ന ആ ഒറ്റ കാരണത്താലാണ്. അല്ലാതെ 100 കൂട്ടം അഴിമതി പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു സാറേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ NDA ഗവൺമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ 8-ാം തീയതി ചെയ്തു എന്ന് വിചാരിക്കുക. ചെയ്തു കഴിഞ്ഞാലും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആഭ്യന്തരമന്ത്രി പദവും അതോടൊപ്പം തന്നെ സ്പീക്കർ പദവിയും. സ്പീക്കർ പദവി ഏറ്റവും ഒരു തൂക്കുമന്ത്രിസഭയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് സ്പീക്കർ പദവി എന്ന് പറയുന്നത്. സ്പീക്കർക്ക് പലതരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സ്പീക്കർ പദവി ചോദിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി
സ്ഥാനം എന്ന് പറഞ്ഞാൽ കീ പോസ്റ്റ് മൊത്തം ചോദിക്കുകയാണ്. ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഇല്ലാതെ NDA ഗവൺമെന്റ് എങ്ങനെ മുമ്പോട്ട് പോകും? അല്ല, പക്ഷേ ഒരു കാര്യം സിബി കാണേണ്ടതുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്റ്റേറ്റിൽ ഒരു സർക്കാർ മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള ഈ പിന്നെ വിട്ടുവീഴ്ചകൾക്ക് കൊലീഷൻ മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഘടകകക്ഷികളുടെ ചില തീരുമാനങ്ങളും ചില പിന്നെ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കേണ്ടത് ഇഷ്ടമില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്ത് വേണം, ഞങ്ങൾ ഭരിക്കുന്നില്ല എന്ന് തീരുമാനിക്കും. പക്ഷേ സാർ, ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തിൽ UDF സംവിധാനമുണ്ട്. കേരളത്തിലെ UDF സംവിധാനത്തിൽ കേരളത്തിലെ മുഖ്യ പാർട്ടിയായിട്ടുള്ള ഇപ്പൊ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇത് സെയിം സഖ്യകക്ഷി തന്നെയാണല്ലോ NDA എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് ധനകാര്യവും ആഭ്യന്തരവും. ചില സമയങ്ങളിലൊക്കെ കോൺഗ്രസ് ധനകാര്യം വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ CPM ഇന്ന് വരെ ധനകാര്യവും ആഭ്യന്തരവും മറ്റൊരു പാർട്ടിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അല്ല, അതിൻ്റെ കാരണം കൂടിയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ CPM എല്ലാ കാലത്തും ഭരിക്കുന്ന സമയത്ത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ, CPM തന്നെ ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വരാറ്. അടുത്ത കക്ഷി എന്ന് പറയുന്നത് CPI ആണ്. CPIക്ക് ഒരിക്കലും CPM-ന്റെ അടുത്ത് പോലും അയലകത്ത് പോലും എത്താൻ പറ്റാറില്ല എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ നോക്കൂ, ലീഗ് ഒരു കാലത്ത് ലീഗ് എന്തെല്ലാം കാര്യങ്ങൾ പിന്നെ സമ്മർദ്ദം ചെലുത്തി മേടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് 5ാം മന്ത്രി ഉണ്ടായത്? ആ സമയത്ത് ലീഗിന് പിന്നെ നല്ല സീറ്റ് ഉണ്ടായിരുന്നു. വളരെ 2 സീറ്റിന്റെ ഡിഫറൻസിൽ ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ എല്ലാ സമ്മർദ്ദങ്ങൾക്കും കീഴടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സാർ, ഞാൻ പറയുന്നത് ഒരു പ്രാദേശിക കക്ഷിയാണ് ഈ പറയുന്ന TDP എന്ന് പറയുന്നത്. ഈ TDPയുടെ ഒക്കെ കൈകളിലേക്ക് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് പോകുന്ന അവസ്ഥ, അല്ല, അവിടെയാണ് അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അവിടെയാണ് ഞാൻ പറയുന്നത്, മോദിയുടെ പ്രഭാവവും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ BJP-യുടെ ഈ അധികാര കുത്തകയും അവസാനിക്കുന്നു എന്നും അതിന്റെ അവസാനത്തിലേക്കുള്ള യാത്രയാണ് ഇത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഈ ഉറപ്പായും നമുക്ക് മനസ്സിലാക്കി. ഇപ്പൊ ചന്ദ്രബാബു നായിഡു ആയാലും ശരി, നിതീഷ് കുമാർ ആയാലും ശരി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം മാത്രമേ ലക്ഷ്യമുള്ളൂ. BJP എന്നോ അല്ലെങ്കിൽ മറ്റേ രാഹുൽ ഗാന്ധി ഒന്നും അവരുടെ മുന്നിലില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ഈ 2 കക്ഷികളെയും കൂടി ഭരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ മോശമാവും. ഈ ഇന്ത്യ മുന്നണി ഒരു അവിയൽ മുന്നണിയായി മാറുകയും അവിടെ എല്ലാ ആളുകളും തോന്നിയതുപോലെ കാര്യങ്ങൾ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NDAക്കാൾ വലിയൊരു അവസരം, സാധ്യത കൈവന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ്. അതെ, ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിനകത്ത് തങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ BJP-ക്കേറ്റ പരാജയം അത് RSSന്റെ നിസ്സഹകരണം മൂലം ഉണ്ടായിട്ടുണ്ടാവും. UP-യിൽ ഏറ്റിരിക്കുന്ന തിരിച്ചടിക്ക് ലുലു മാളും അവിടുത്തെ അത് മാത്രമല്ല സിബി, എന്താ ഞാൻ അതാ പറയുന്നത്, അത് മാത്രമല്ല ഈ നരേന്ദ്രമോദി ഉയർത്തിവിട്ടിരിക്കുന്ന പലതരത്തിലുള്ള വിവാദങ്ങളും വലിയ തിരിച്ചടിക്കാറുണ്ട്. RSS മാത്രമല്ല. ഇപ്പൊ നമുക്ക് ഒറ്റ നോക്കാം, UP-യിലുണ്ടായ വലിയ തിരിച്ചടിയുണ്ട്. RSSന്റെ മാത്രം ഒരു അവിടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അവിടെയുള്ള ഒരു RSSന്റെ പ്രധാന പ്രവർത്തകനുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽക്കരം, വലിയ രീതിയിൽ തൊഴിൽക്കരം അവിടെ വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും വലിയ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഉള്ള തൊഴിലിൽ നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓഹരി വരുമാനം ഏറ്റവും കുറഞ്ഞ സ്ഥലം കൂടിയാണ് സംസ്ഥാനമാണ് മറ്റേ. പക്ഷേ അവിടുത്തെ സംബന്ധിച്ചാൽ ഈ മറ്റേ വരുമാനം കുറവാണെങ്കിലും അവിടെ ചെലവും കുറവ് തന്നെയാണ്. അതെ, തൊഴിൽശാലകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. ഇപ്പൊ ഈ ലുലു മാളിനെ സംബന്ധിച്ച് ലുലു മാളിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ലുലു മാളിൽ വരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അവരുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. അവിടെ പ്രാദേശികമായ പ്രൊഡക്റ്റുകളൊന്നുമല്ല, പ്രാദേശികമായിട്ടുള്ള ഒന്നും തന്നെ അവർ വാങ്ങാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എതിർപ്പുകൾ അതിനെ അടിച്ച ആ സമരങ്ങൾ വലിയൊരു, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ UP-യിൽ സംഭവിക്കേണ്ടിരുന്ന നന്ദിഗ്രാമിൽ, പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിൽ CPM-ന് പറ്റിയ ആ സെയിം സംഭവം UP-യിൽ സംഭവിക്കേണ്ടതാണ്. പക്ഷെ അതിനെ മുതലെടുക്കാനുള്ള ശേഷി അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല, SP-ക്ക് ഉണ്ടായിരുന്നു. അത് SP കോൺഗ്രസ് സഖ്യം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ വളരെ വൈകിയാണ് അത് ദൃഢമാവുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ റായ്ബറേലിയിൽ മത്സരിക്കാൻ പോയില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ്? അമേഠിയിൽ പോലും ജയിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അമേഠിയിൽ നോക്കൂ, നമ്മൾ ഒന്നാം മോദി സർക്കാരിൽ ഏറ്റവും ശക്തിയായ ഒരു മന്ത്രിയായിരുന്നു സ്മൃതി ഇറാനി. 2ാം മോദി സർക്കാരിലും ഏറ്റവും ശക്തിയായ ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് സ്റ്റാർ താരമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അമേഠിയിൽ ഇത്രയും മൃഗീയമായ തോൽവിക്ക് വിധേയമാവേണ്ടി വന്നതെന്ന് വെച്ചാൽ അവരുടെ അഹങ്കാരമാണ്. ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലുള്ള തോൽവിക്ക് കാരണം. BJP-ക്ക് 2ാം തവണ അധികാരത്തിൽ വന്നതോടുകൂടി അവരുടെ പല നേതാക്കന്മാരും ജനങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
സംഘശക്തികളുടെ നിന്നും അവരകുന്നില്ല. അവിടെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ, അമേഠിയിലുള്ള പ്രാദേശിക നേതാക്കന്മാരൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും BJP നേതാക്കളും പ്രവർത്തകരും തന്നെ ഇവരോട് ഭാഗ് അത് വിട്ടുപോ എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. കാരണം അവർ അതേമാതിരിയുള്ള അഹങ്കാരത്തോടുകൂടി ഗർവോടുകൂടി അവിടെ ചെന്നിട്ട് ആളുകളെ ഭരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഏതാണ്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കി അവിടുത്തെ, കാരണം ഈ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് സാധാരണ റോഡുകളോട് പൊരുത്തപ്പെട്ടവരുടെ ഒക്കെ ഇടയിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് വികസനം എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരൊന്നും അത് അംഗീകരിക്കില്ല. അവിടെ ഹോസ്പിറ്റലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവിടുത്തെ പാഠശാലകള് സ്കൂളുകളുടെയൊക്കെ അവസ്ഥ ഇപ്പോഴും ദയനീയമാണ്. റോഡ് ഗതാഗതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇതിനൊരു മാറ്റം പെട്ടെന്ന് വരുത്താൻ സാധിക്കത്തില്ല. ഇതിനൊക്കെ ഞാൻ പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി മാത്രമേ നോർത്ത് ഇന്ത്യ, അതായത് UP മാതിരിയുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് വികസനം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ വികസനം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവന്ന് കെട്ടിപ്പൊക്കാമെന്ന് വിചാരിച്ചാൽ അതിന് ശക്തമായ ഒരു എതിർപ്പ് അവിടുത്തെ പ്രാദേശിക ജനങ്ങളിൽ നിന്നുണ്ടാവും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതൊന്നും പരാജയത്തിന് കാരണം എന്ന് വീണ്ടും നമ്മൾ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ല, ഇത് ഒന്നുമില്ല. ഇതിൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. മോദി എന്ന് പറഞ്ഞ നേതാവിനെ സ്വീകാര്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത് തന്നെ നമ്മൾ കാണണം. നമ്മൾ നോക്കും, ഇപ്പൊ MK രാഘവന് കിട്ടിയ അതേ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ മോദിക്ക് അവിടെ. കറക്റ്റ്. അപ്പോ കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അപ്പൊ മോദി രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അപ്പൊ മോദി എത്രത്തോളം ജനഹൃദയങ്ങളിൽ നിന്ന് മോദി എത്രത്തോളം കോൺഗ്രസിന് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് 10 ലക്ഷത്തിലധികം വോട്ടിന്റെ. അപ്പൊ അത്തരത്തിൽ 10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു മോദി അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ മോദിക്ക് ആ നിലയിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെ മോദി യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ. മോദി വീണ്ടും മൂന്നാമത് പ്രധാനമന്ത്രി ആകുമ്പോൾ തന്നെ മോദി ഒരു കാര്യം തിരിച്ചറിയണം, യഥാർത്ഥത്തിൽ സാങ്കേതികമായിട്ട് മാത്രമാണ് തനിക്ക് വിജയം ഉണ്ടായെന്നും സാങ്കേതികമായിട്ട് മാത്രമാണ് ഞാൻ വീണ്ടും അധികാരത്തിൽ വരുന്നതെന്നും യഥാർത്ഥത്തിൽ ജനഹൃദയം നിന്നും ഞാൻ എല്ലാ കാലത്തേക്കും അകറ്റപ്പെട്ടില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നരേന്ദ്രമോദി 8-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക തന്നെ ചെയ്യും. അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ്, BJPക്ക് UPയിലേറ്റ ഒരു പരാജയം എന്ന് പറയുന്നത് പരാജയമാണ്. അതിന് RSSും ഈ പറഞ്ഞ ലുലുമാളും അതുകൂടാണ്ട് തൊഴിൽക്കരവും ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് തിരുത്താനായിട്ട് BJP തയ്യാറാവട്ടെ. ഏതൊക്കെയാലും നമ്മൾ കാത്തിരിക്കേണ്ടത്. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട്, അതായത് ഈ നരേന്ദ്രമോദിയുടെ അമിതമായ വർഗീയ പ്രീണനവും ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന വലിയ ശ്രമങ്ങളുമാണ് ഒരു വലിയ തിരിച്ചു. കാരണം എന്നറിയാം, ഇപ്പൊ BJPയുടെ നേതാക്കന്മാർക്ക് അത്തരത്തിലുള്ള ചില നിലപാട് സ്വീകരിക്കാം. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വർഗീയത എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ ഹിന്ദുത്വവാദികൾക്ക് പോലും അത് അപകടകരമാണ്. ആവശ്യമുണ്ടോ? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, ബഹുസ്വരത നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അമിതമായ വർഗീയത ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം എല്ലാ ഘട്ടങ്ങളിലും ഉയരുകയുണ്ടായി. അമിതമായ വർഗീയത പറഞ്ഞ ഒരു വനിതാ MP ഉണ്ട്, ഞാൻ അവരുടെ പേര് ഓർക്കുന്നില്ല, എൻ്റെ പേര് ഓർമ്മയിൽ വരുന്നില്ല. പക്ഷെ അവരും പരാജയപ്പെട്ടു പോയിരിക്കുന്നുള്ളതാണ്. കാരണം അമിത വർഗീയതയെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് ഇടിച്ചു പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ തിരിച്ചടിയായിട്ടുണ്ട്. അതെ, അത് അത്തരത്തിലുള്ള ബ്ലണ്ടേഴ്സ് കുറേ. അതുപോലെ തന്നെ ഉള്ള ഒരു വിഷയം, ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഒന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല. എല്ലാ ആളുകളും പാരസ്പര്യത്തോടെ തന്നെ ജീവിക്കുകയാണ്. അത്തരം ഒരു അവസ്ഥ, ഒരു കമ്മ്യൂണൽ ഹാർമണി ഇവിടെ നിലനിൽക്കേണ്ടത് അത്യാവശ്യം. അത് കണ്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് കാത്തിരിക്കാം. എത്ര നാൾ എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു 5 വർഷമൊക്കെ തന്നെ പോയേക്കും. പക്ഷെ അതാണ് ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഈ 5 വർഷം പോയാലും 5 വർഷക്കാലം കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ അധപ്പതനത്തിലേക്ക് പോകുന്നു. മോദി മാറുന്നതോടുകൂടി യഥാർത്ഥ ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ ഇല്ലാതാവുകയും ചെയ്യുന്നു. മറ്റൊരു അത്രയും ശക്തനായ ഒരു കോർഡിനേറ്റർ ഇപ്പോൾ നിലവിൽ ഈ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് അധികകാലം പിടിച്ചു വെക്കാൻ പറ്റില്ല. മാത്രമല്ല TDPയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഈ നിതീഷിൻ്റെയൊക്കെ ശക്തമായ ഇടപെടലിൽ മനം അടുത്ത് ഇത് മിക്കവാറും ചിലപ്പോൾ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെ ഏറെ കൂടുതലാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം. അത്ര മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.